السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹൽത്തത് ഖുറോൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മദറസ്തു ഫിൽ മാലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായിട്ടുള്ള ഇൽഖത്താത്തുൽ കഹ്റുബ അല്ലെ, വൈദ്യുതി നിലച്ചു എന്ന് പറയുന്ന ഒരു ഖിസ്സ അല്ല, അതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ ഒരു കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത്? ഹുനാക്ക ആരാണ് അവിടെ ഉള്ളത്? അതിലൊരു ഉമ്മയുണ്ട് അല്ലേ, വഹിയ തസ്തയക്കുന്നു ബിലല്ലൗമി മുബക്കിറൻ, ഉറക്കത്തിൽ നിന്ന് നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. മറ്റെല്ലാഹുബോയിൽ മത്ബഹി, എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അടുക്കളയിലേക്കാണ് പോകുന്നത് അല്ലേ. മത്തശ്രബു കൂബം ബിലൽ മാഇ, എന്നിട്ട് ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്താണ് അവരുടെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടില്ല. വഹിയത്തസ്തഇദുലിൽ അമൽ, ജോലിക്ക് വേണ്ടി തയ്യാറാവുകയാണ്. വഹിയത്ത അരിഫു അല്ല അമലുഹ ഷാഖത്തുൽ, അവൾക്കറിയാം അവളുടെ ജോലി എന്താണ്, വളരെ പ്രയാസമുള്ള ജോലിയാണ് എന്ന്. വലാകില്ല അഅ്ലാ ഉൽ ഉസ്റ വഹും ലാ യുസാഇദൂന, എന്താണ് യുസാഇദൂനൽ ഉമ്മ, എല്ലാവരും വീട്ടിലെ മറ്റ് അംഗങ്ങളൊന്നും തന്നെ ആ ഒരു ഉമ്മയെ എന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. വഹും മുക്കിബൂന അലശാഷ, അവരെല്ലാവരും ആ സ്ക്രീനിൽ മുഴുകിയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ആ ഒരു 2 അനിശ്ചിതയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബയാന് തയ്യാറാക്കുവാനും അതുപോലെ തന്നെ ഹത്ത് എഴുത്ത് പരിശീലിക്കുവാനുമുള്ള ഒരു അനിശ്ചിത, അത് രണ്ടുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കൂ, ബാക്കി ഭാഗം നോക്കൂ. ذات يوم انقطعت الكهرباء توقفت المروحة خرج الجميع من الغرف واحدا تلو آخر حتى جلسوا في واجهة البيت ليستمتعوا بالنسيم والمناظر قائلين ما أجمل الأزهار ما أحسن الطبيعة الأولاد يلعبون ويستمتعون. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. നാത്തയോവിൽ, അങ്ങനെ ഒരു ദിവസം അല്ലേ, വൺ ഡേ, അതാണ് നാത്തയോവിൽ ഈ ഖതാത്തുൽ കഹ്റുബ, വൈദ്യുതി നിലച്ചു പോയി അഥവാ വൈദ്യുതി കരണ്ട് പോയി എന്നർത്ഥം. ഒരു ദിവസം കരണ്ട് പോയി. തവക്കഫത്തിൽ മിറവഹ, അങ്ങനെ ഫാനൊക്കെ നിന്ന് പോയി അല്ലേ. ഫാനൊക്കെ എന്താണ്, കരണ്ട് പോയ സമയത്ത് സ്റ്റോപ്പായി പോയി. തവക്കഫ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവുക എന്നാണ് കേട്ടോ. മിറവഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാൻ എന്നാണ്. അങ്ങനെ ഖറജൽ ജമിയ മിനൽ ഉറഫി, ഖറജ പുറത്തേക്ക് വന്നു, അൽ ജമിയ മുഴുവൻ ആളുകളും പുറത്തേക്ക് വന്നു, മിനൽ ഉറഫി അവരുടെ റൂമുകളിൽ നിന്നും. ഉറഫത്ത് എന്നതിന് ജമാണ് ഉറഫ് എന്ന് പറയുന്നത്. ആളുകളെല്ലാം അവരുടെ റൂമുകളിൽ നിന്നും പുറത്തേക്ക് വന്നു. വാഹിദൽ ഓരോരുത്തരായിക്കൊണ്ട് അല്ലേ, വാഹിദൻ തിൽവ ആഹിൽ, ഓരോരുത്തർക്ക് പിന്നാലെ ഓരോരുത്തരായിക്കൊണ്ട്, ഓരോരുത്തരും പിന്നാലെ മറ്റൊരുത്തരായിക്കൊണ്ട് ഓരോരുത്തരും അവരുടെ റൂമുകളിൽ നിന്നും പുറത്തേക്ക് വന്നു. അങ്ങനെ ഹത്ത ജലസു, അവർ ഇരുന്നു, ജലസ ഇരുന്നു, ജലസു അവർ ഇരുന്നു, ഫി വാജിഹത്തിൽ ബൈത്തി, ആ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അല്ലേ, വീടിൻ്റെ സിറ്റ് ഔട്ടിലായിക്കൊണ്ട് അവർ ഇരുന്നു എന്നാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ലിഇസ്തംതിഉ, ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട്, ബിൻ നസീബ്, നസീബ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു അവിടെ അടിച്ചു വീശുന്ന അല്ലെ, അവിടെ വീശുന്ന ആ ഒരു ഇളം കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്നു എന്നാണ്. വൽ മലാദിരി, അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട്. മല്ലർ എന്നതിൻ്റെ ജമാണ് മലാദിർ എന്ന് പറയുന്നത് കേട്ടോ, കാഴ്ചകൾ എന്നാണ് അർത്ഥം. അങ്ങനെ അവർ ഖായിലിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞു, മാ അജ്മലൽ അസ്ഹാർ, എത്ര മനോഹരമായ പൂക്കൾ അല്ലെ. മാ അജ്മല, എത്ര മനോഹരമാണ്, അൽ അസ്ഹാർ, ഈ പൂക്കളൊക്കെ എത്ര മനോഹരമാണ്. മാ അക്സല തൊബിയ, അതുപോലെ തന്നെ പ്രകൃതിയെ കാണുവാൻ, മാ അക്സല എത്ര നല്ലതാണ്, എത്ര മനോഹരമാണ്, അത്തൊബിയ ഈ ഒരു പ്രകൃതി എത്ര നല്ലതാണ് എന്നവർ പറഞ്ഞു എന്നാണ്. അൽ ഔലാദ് അൽ അബോൽ, കുട്ടികളൊക്കെ കളിക്കുന്നു, വയസ്തംതിഊൻ അവരിങ്ങനെ ആസ്വദിക്കുകയും ചെയ്യുന്നു
എന്നാണ്. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ തുടങ്ങി അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി അവിടെ അതിനിടയിൽ നമുക്കൊരു അനിശ്ചിത കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കൂ. അകലത്തി ഇദാറത്തുൽ കഹ്റബാഇ ബിൽ ഖിതാഇ തയ്യാർ ലിമുദ്ദതി യൗമിൽ യതലക്കറു അൽ ഇഹ്തിയാതാത്തില്ലത്തി നഖൂമു ബിഹാ യുനാഖിഷു വനുഖിദു മുദക്കിറ. എന്താണ് പറയുന്നത്? അകലത്തി ഇദാറത്തുൽ കഹ്റബ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ, അവരെന്ത് ചെയ്തു? അവർ ഇൽഖിതാഇ തയ്യാർ, ആ ഒരു കരണ്ട് പോകുമെന്ന് അറിയിച്ചു എന്നാണ്. കരണ്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു. ലിമുദ്ദതി യൗമിൻ, ഒരു ദിവസത്തേക്ക് കരണ്ട് പോകുമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് അറിയിച്ചു എന്നാണ്, പ്രഖ്യാപിച്ചു എന്നാണ്. നതദക്കറു അൽ ഇഹ്തിയാത്താത്ത്, ഇഹ്തിയാത്താത്ത് എന്ന് പറഞ്ഞാൽ പ്രിക്കോഷൻസ് എന്നാണ്, മുൻകരുതലുകൾ എന്നാണ് അർത്ഥം. അല്ലത്തി ലഖൂബ് ബിഹ, അഖിലെങ്കിൽ നമ്മൾ എടുക്കുന്നതായ മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും എന്നാണ്. അപ്പോൾ വീട്ടിലൊരു ദിവസം കരണ്ട് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും എന്നാണ്. യുനാഖിഷു വനുഖിദു മുദക്കിറ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ്. ഇൻഷാ അല്ലാഹ് ടീച്ചർ ഒരു പാഠഭാഗം വായിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരാം. നമുക്ക് ആദ്യം ഈ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. കാലൽ ജദ്ദു, അങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട സമയത്ത് കാലൽ ജദ്ദു, ആ ഒരു ഗ്രാൻഡ് ഫാദർ അല്ല, ആ ഒരു വല്യുപ്പ പറയാണ്, മാസാലിൽ നസീബ് യഹ്ബു മാസാലത്തിൽ അസ്ഹാർ തഫത്തഹു, അതായത് മാസാലിൽ നസീബ് യഹ്ബു, മാസാല ആയിക്കൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു, നസീബോ ഈ ഒരു ഇളം കാറ്റ്, യഹ്ബു അത് വീശിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഇളം കാറ്റ് വീശാറുണ്ടായിരുന്നു എന്നാണ്. മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുക എന്നാണ്. ഹബ്ബ യഹ്ബു എന്ന് പറഞ്ഞാൽ വീശുക എന്നാണ് കേട്ടോ. അപ്പോൾ ഈ കാറ്റ് എന്ത് ചെയ്യാറുണ്ട്? എന്നും വീശാറുണ്ട്. അതുപോലെ തന്നെ മസാലത്തിൽ അസ്ഹാറു, പൂക്കൾ ആയിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. തഫത്തഹു, തഫത്തഹ എന്ന് പറഞ്ഞാൽ വിരിയുക എന്നാണ്. അപ്പോൾ എന്നും പൂക്കൾ എന്ത് ചെയ്യാറുണ്ട്? വിരിയാറുമുണ്ടായിരുന്നു, ഈ കാറ്റ് വീശാറുമുണ്ടായിരുന്നു എന്നാണ്. വലാകിന്നക്കും, പക്ഷേ നിങ്ങൾ ലാ തർഫഊന റുഊസ, നിങ്ങളുടെ തലകളെ ഉയർത്താറുണ്ടായിരുന്നില്ല. ലാ തർഫഊൻ, നിങ്ങൾ ഉയർത്താറില്ല. റുഊസ, റഅസ് എന്നതിൻ്റെ ജം ആണ് റുഊസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ തലകൾ അല്ലേ. അരിശാശാത്തി, സ്ക്രീനുകളിൽ നിന്നും എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറില്ല? ഈ കാറ്റും ഈ പൂക്കളും ഒന്നും കാണുവാൻ നിങ്ങളുടെ തലകളെ ഉയർത്താറില്ലല്ലോ, സ്ക്രീനുകളിൽ നിന്നും ഉയർത്താറില്ലല്ലോ എന്നാണ് ഗ്രാൻഡ് ഫാദർ ചോദിക്കുന്നത് കേട്ടോ. വലാത്ത റൗന ഷേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്നും കാണാറുമില്ല. ഫലാത്ത റൗന, നിങ്ങൾ കാണാറുമില്ല. ഷേ അൽ, ഒന്നും തന്നെ. അബിന ഈ, എൻ്റെ മക്കളെ, ഇജ്ലിസു ഹൗലി, നിങ്ങൾ എനിക്ക് ചുറ്റും ഇരിക്കൂ. ഇജ്ലിസു, നിങ്ങൾ ഇരിക്കൂ. ഇജ്ലിസ് ലീ, ഇരിക്ക്. ഇജ്ലിസു, നിങ്ങൾ ഇരിക്കൂ. ഹൗലി, എനിക്ക് ചുറ്റും. വന്നുറു, എന്നിട്ട് നിങ്ങൾ നോക്കുകയും ചെയ്യൂ. ഇലാ വുജൂഹി ബാലിക്കും, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ മുഖങ്ങളിലേക്ക് അല്ലെ. വജ്ഹ് എന്നതിന് ജമാണ് വുജൂഹ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പരസ്പരം മുഖങ്ങളിലേക്ക് നോക്കുകയും ചെയ്യൂ. തഹദ്ദസു, നിങ്ങൾ സംസാരിക്കൂ. ലാലിരീന, നോക്കുന്നവരായിക്കൊണ്ട്. ഇല ഒയൂലി അഷിക്കായിക്കും, ഇല ഒയൂലി, കണ്ണുകളിലേക്ക്. അയില് എന്നതിന് ജം ആണ് ഒയൂൽ എന്ന് പറയുന്നത്, കണ്ണുകൾ എന്നാണ് അർത്ഥം. ഷഖീഖ് എന്നതിന് ജം ആണ് അഷിക്ക എന്ന് പറയുന്നത് കേട്ടോ, സഹോദരൻ എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പരസ്പരം സംസാരിക്കുകയും ചെയ്യൂ എന്നാണ്. തഹദ്ദസു, നിങ്ങൾ സംസാരിക്കൂ. നാദിരീന, നോക്കുന്നവരായിക്കൊണ്ട്. ഇല ഒയൂരി അഷിക്കായിക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണുകളിലേക്ക്. ഹാദിഹി ഫുർസത്തിൽ, ഈ ഒരു അവസരം. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്നാണ്, അവസരം എന്ന അർത്ഥം. മനഹല്ല, അള്ളാഹു നൽകിയതാണ്. ലക്കും, നിങ്ങൾക്ക്. ഈ ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് ഈ ഒരു അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം എന്നാണ് അല്ലേ. ലാഹിദു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ നിരീക്ഷിക്കൂ, നിങ്ങൾ
നിരീക്ഷിക്കൂ എന്നാണ്. വജ്ഹ ഉമ്മിക്കും, നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. അമാ തറൗന തഅബ വൽ അനാ, അമാ തറൗന നിങ്ങൾ കാണുന്നില്ലേ, അമാ തറൗന നിങ്ങൾ കാണുന്നില്ലേ, അത്തഅബ ക്ഷീണം കാണുന്നില്ലേ, വൽ അനാ അതുപോലെ തന്നെ പ്രയാസവും കാണുന്നില്ലേ എന്നാണ്. തഅബ് ക്ഷീണം, അനാ പ്രയാസം. അപ്പോൾ നിങ്ങൾ ക്ഷീണവും പ്രയാസവും നിങ്ങളുടെ ഉമ്മയുടെ മുഖത്ത് കാണുന്നില്ലേ. ലൗ സഅത്തുമൂഹ അലൽ അമലി ലമാ തഅബത്, ലൗ സഅത്തുമൂഹ നിങ്ങൾ അവളെ സഹായിച്ചിരുന്നുവെങ്കിൽ, ലൗ സഅത്തുമൂ നിങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ, ആ ഉമ്മയെ നിങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ, അലൽ അമലി ജോലി ചെയ്യുവാൻ, ലമാ തഅബത് അങ്ങനെയെങ്കിൽ അവൾ ക്ഷീണിക്കുമായിരുന്നില്ല എന്നാണ്. ലമാ തഅബത് അവൾ ക്ഷീണിക്കുമായിരുന്നില്ല. കാലത്തിൽ ഉമ്മ മുബത്തസിമത്തൻ, ഇത് കേട്ട സമയത്ത് ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. മുബത്തസിമത്ത് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നവളായിക്കൊണ്ട് എന്നാണ്. അനല ഉൻകിറു ഫവാഇദുൽ ജവാൽ അൻതും തഹ്താജൂന ഇലൈഹി ലിദ്ദിറാസ വൽ ഇത്തിസാൽ വലാകിൻ ലകസറത ഇസ്തിഖ്ദാമിഹി തദുറു അൻഫുസകും വ ഉസ്റതനാ എന്നാണ് പറയുന്നത്. അനല ഉൻകിറു ഞാൻ നിഷേധിക്കുന്നില്ല, അൻകറ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ഉൽക്കിറു ഞാൻ നിഷേധിക്കുക. അപ്പോൾ ലാ ഉൽക്കിറു എന്ന് പറഞ്ഞാലോ ഞാൻ നിഷേധിക്കുന്നില്ല. ഫവാഇദുൽ ജവാൽ, ഫായിദത്ത് എന്നതിന് ജമാണ് ഫവായിദ് എന്ന് പറയുന്നത്. ഒരുപാട് ജമുകൾ നമുക്ക് ഈ പാഠത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. ഫവായിദുൽ ജവാൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ, അതാണ് ഫവായിദ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫോണിൻ്റെ പ്രയോജനങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല. അൻതും നിങ്ങളാവട്ടെ തഹ്താജൂന ഇലേഹി അതിൽ ആവശ്യക്കാരുമാകുന്നു, ലിദ്ദിറാസത്തി പഠിക്കുവാൻ വേണ്ടിയിട്ട്, പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ ആവശ്യക്കാരാണ്. വൽ ഇത്തിസാലി അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകളെ വിളിക്കുവാൻ വേണ്ടിയിട്ട്, അതാണ് ഇത്തിസാൽ എന്ന് പറയുന്നത്. വലാക്കില്ല പക്ഷേ കസറത്ത് ഇസ്തിഖ്ദാമിഹി, കസറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആധിക്യം അല്ലെ, അതിൽ അമിതമാക്കൽ, ഇസ്തിഖ്ദാമിഹി അതിൻ്റെ ഉപയോഗം അമിതമാവൽ, തളുറു അത് പ്രയാസകരമാണ്, ഉപദ്രവകരമാണ്, അൻഫുസക്കും നിങ്ങൾക്ക്, നിങ്ങളുടെ ശരീരങ്ങൾക്ക് അത് ദോഷമാണ്, ഉസ്റതന നമ്മുടെ കുടുംബത്തിനും അത് ദോഷമാണ് എന്നാണ്. ഇതാണ് ഉമ്മ പറയുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതെന്താണ്, അത് നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കുവാനും മറ്റുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുവാനും നമുക്കത് ആവശ്യമാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അത് അധികമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ നമ്മുടെ കുടുംബത്തിലും ദോഷകരമാണ് എന്നാണ് ആ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ളതായ അനിഷ്ടം നോക്കാം. അതായത് നമ്മുടെ വീട്ടിലൊരു ദിവസം കറണ്ട് പോവുകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും എന്നാണ്. അത് നിങ്ങളൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ. എന്തൊക്കെയായിരിക്കും? നമ്മൾ വാട്ടർ ടാങ്കൊക്കെ ഫില്ല് ചെയ്ത് വെക്കും അല്ലേ, വെള്ളം നമുക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ തന്നെ നമ്മൾ അയൺ ചെയ്ത് റെഡിയാക്കി വെക്കും. നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ചാർജ് ചെയ്ത് ചാർജൊക്കെ ഫുള്ളാക്കി നമ്മൾ സൂക്ഷിക്കും അല്ലേ. അതുപോലെ നമുക്ക് അടുക്കളയിൽ ആവശ്യമുള്ള, അതായത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ള, നമ്മൾ അരി അരക്കുക അല്ലേ, അതുപോലെ തന്നെ മിക്സർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പണികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമുക്കിനി അറബിയിൽ എഴുതാണ് വേണ്ടത്, ഒരു കുറിപ്പായിട്ട് നമ്മൾ തയ്യാറാക്കാണ് വേണ്ടത്. ടീച്ചറോടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇതാ അഅലനത്ത് ഇദാറത്തുൽ കഹ്റബാഇ അൽ ഇൽഖിതാഇ തയ്യാറി ലിമുദ്ദത്തി യൗമിൻ ഫഇന്നനാ നഹ്താജു ഇലാ ഇഅദാദി വഇത്തിഖാദി ബഅദിൽ ഇഹ്തിയാതാത്തി ലിതജല്ലുബി അയ്യി മശാക്കിൽ എന്നാണ് പറയുന്നത്. ഇതാ അഅലനത്ത് ഇദാറത്തുൽ കഹ്റബാ ഇലക്ട്രിസിറ്റി ബോർഡ് പ്രഖ്യാപിച്ചാൽ അൽ ഇൽഖിതാഇ അത്തയ്യാർ ലിമുദ്ദത്തി യൗമിൻ ഒരു ദിവസത്തേക്ക് കറണ്ട് പോകുമെന്ന് അറിയിച്ചാൽ ഫഇന്നനാ നഹ്താജു അപ്പോൾ നമുക്ക് ആവശ്യമാണ് ഇലൽ ഇഅദാദി വഇത്തിഖാദി ബഅദിൽ ഇഹ്തിയാതാത്ത് ചില കുറച്ച് പ്രിക്കോഷൻസുകൾ മുൻകരുതലുകൾ എടുക്കൽ അത്യാവശ്യമാണ്. ലിതജല്ലുബ് അയ്യി മശാക്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നാണ് ഓരോന്നായിട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. ഷഹിനു അൽ മസാബീഹിൽ കഹ്റബാഇയ്യ അൽ മഹ്ബൂല
പോർട്ടബിൾ ഇലക്ട്രിക് ബൾബുകൾ, അതാണ് മസ്വാബിഹിൽ കഹർബാഹിയ അൽ മഹ്മൂല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കറണ്ടില്ലാത്ത സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ബൾബുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് വെക്കുക, ചാർജ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹിഫ്ലു ത്വആമി വൽ മഷ്റൂബാത്ത്, ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവുമൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതായത് നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തഖ്ലീലു ഫത്ഹി സല്ലാജ ലിൽ ഹിഫാദി അലാ ബർദി ത്വആം, തഖ്ലീൽ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണ്, കുറയ്ക്കുക. ഫത്ഹി സല്ലാജ, ഫ്രിഡ്ജ് തുറക്കുന്നത് കുറയ്ക്കുക. ലിൽ ഹിഫാദി അലാ ബർദി ത്വആം, ആ ഒരു ഫ്രിഡ്ജിലുള്ള ഭക്ഷണത്തിൻ്റെ തണുപ്പ് അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ച വസ്തുക്കളൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്ന് കളയുന്ന സമയത്ത് എന്താണ് അതിൽ തണുപ്പ് പോകും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ബൽ ഉൽ അവാനി ബിൽ ബാഇ ലിൽ അമാനി ഇസ്തിബ്രാറി തവഫർ, അതായത് വെള്ളം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ നിറച്ച് വെക്കുക. ഷഹ്റുൽ ഹവാത്തിഫ് വൽ അജ്ഹിസത്തിൽ ഇലക്ട്രോണിയ, മൊബൈൽ ഫോണുകൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റീചാർജ് ചെയ്ത് വെക്കുക, ചാർജ് ചെയ്ത് വെക്കുവാനാണ് കേട്ടോ. പിന്നെ ഫസ്ലുൽ അജ്ഹിസത്തിൽ ഹസ്സാസ അലിൽ കഹ്റബാഇ ലി തജല്ലുബ് ഐ അഅ്താലി ഇദ ഔദത്തി തയ്യാർ. ഫസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപെടുത്തുക എന്നാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കറണ്ട് വരുന്ന സമയത്തൊക്കെ കേടായി പോകുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ പ്ലഗൊക്കെ ഊരി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ സൂക്ഷിക്കുക, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളെടുക്കുന്ന മുൻകരുതലുകൾ, ഇതിൽ പറയാത്ത മുൻകരുതലുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണേ. മനസ്സിലായല്ലോ. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ളതായ അനിശ്ചിതം നോക്കൂ. നുലാഹിദുൽ ജദ്വല, അവിടെ കൊടുത്ത ഒരു പട്ടിക നോക്കുവാനാണ്. വനുക്കിബിലുൽ ഖാലാത്ത്, എന്നിട്ട് ഒരു ബോക്സുകളെ പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ജലസ എന്നുള്ള ഫിയാലിൻ്റെ അമ്രാണ് ഇജ്ലിസ് എന്ന് പറയുന്നത്. ജലസ ഇജ്ലിസ് എന്നാണ് അമ്ര വരുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ എന്താണ് ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുക എന്നാണ്. അങ്ങനെയെങ്കിൽ കുറേ ആളുകളോട് നിങ്ങൾ ഇരിക്കൂ എന്നെങ്ങനെയാണ് പറയുക, ഇജ്ലിസു എന്നാണ് പറയുക. എന്താണ് പറയുക, ഇജ്ലിസു, നിങ്ങൾ ഇരിക്കൂ എന്നാണ് അർത്ഥം. അപ്പോൾ ആ രൂപത്തിൽ ബാക്കിയുള്ള ഫിയലുകളുടെയൊക്കെ ആ ഒരു അമ്രിൻ്റെ രൂപം നമ്മൾ എഴുതാണ് വേണ്ടത്. ഇപ്പം ലലൊറ എന്നുള്ള ഫിയലിൻ്റെ അമ്രാണ് ഉള്ളൂർ എന്ന് പറയുന്നത്. ലലൊറ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ്. ഉള്ളൂർ, നീ നോക്ക്. അപ്പോൾ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് പറയുക, ഉള്ളുറു എന്നാണ് പറയുക. ആ ഒരു ഫിയലിൻ്റെ കൂടെ വാവും ഒരു അലിഫും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വാവുൽ ജമാ എന്നാണ് പറയുക അതിന്. ആ ഒരു വാവ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി തഹദ്ദസ, സംസാരിക്കുക എന്നാണ്. അതിൻ്റെ അമ്ര വരുന്നത് തഹദ്ദസ്, നീ സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കൂ. എങ്ങനെ പറയാം, തഹദ്ദസു എന്നാണ് പറയേണ്ടത്. എന്താണ് പറയേണ്ടത്, തഹദ്ദസു. അതുപോലെ തന്നെ ലാഹദ എന്ന് പറയുന്ന ഫിയാലിൻ്റെ അമ്രാണ് ലാഹിൻ എന്ന് പറയുന്നത്. നീ വീക്ഷിക്കുക, നീ നിരീക്ഷിക്കുക എന്നാണ്. നിങ്ങൾ നിരീക്ഷിക്കൂ എങ്ങനെയാണ് പറയുക, ലാഹിലു എന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അത് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.